അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ പെട്ടെന്നാണ് വന്നത്. ചോദിച്ചതോ ക്യാരറ്റ് ഹൽവ. ഈ പരസ്യം കാണാത്തവരായിട്ട് 90s കിഡ്സ് ആരും ഉണ്ടാവില്ല അല്ലേ? ഞാനും ഈ പരസ്യത്തിലാണ് ക്യാരറ്റ് ഹൽവനെ കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത് തന്നെ. അപ്പോഴല്ലെങ്കിലും പിന്നീട് ഒരിക്കൽ ഞാനത് ട്രൈ ചെയ്ത് നോക്കി. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ഞാനിത് സാധാരണ വെള്ളത്തിൽ വേവിച്ചെടുത്തിട്ടാണ് ട്രൈ ചെയ്തത്, അല്ലാതെ പാലൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് പഞ്ചസാരയും നെയ്യും ചേർത്ത് നന്നായി കുറുക്കിയെടുക്കുകയാണ് ചെയ്തത്. ഇപ്പം ഞാൻ പാലൊഴിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴും അല്ലെ സാധാരണ വെള്ളത്തിൽ വേവിച്ചെടുത്തപ്പോഴും ഒരേ ടേസ്റ്റ് തന്നെയാണ്. വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. വേവിച്ചെടുക്കുമ്പോൾ എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 20 മിനിറ്റ്സ് എങ്കിലും വേവിച്ചെടുക്കണം കേട്ടോ. ക്യാരറ്റ് നന്നായി തന്നെ വേകണം ക്യാരറ്റ് ഹൽവയ്ക്ക്. അല്ലെങ്കിൽ കുക്കറിൽ ഒരു 2-3 വിസിലെടുത്താലും മതി. ഇതിലൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടാത്തൊരു ഐറ്റമാണ് കേട്ടോ കാഷ്യൂനട്ട്. കാഷ്യൂനട്ടും ക്യാരറ്റും കൂടി കഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ എപ്പോഴും ക്യാരറ്റ് ഹൽവ ലൈറ്റ് ചൂടോടെ തന്നെ കഴിക്കാൻ ശ്രമിക്കുക, തണുപ്പിച്ച് കഴിക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ ആണ്. ട്രൈ ചെയ്ത് നോക്കുക.